ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണെന്ന്. കുറെ കുട്ടിപ്പട്ടാളങ്ങളായിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇതെന്റെ വലിയ കുട്ടികളാണ്, എന്റെ ഫ്രണ്ട്സിന്റെ കുട്ടികള്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാവാന്ന്. അപ്പൊ എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട്, വെക്കേഷൻ അല്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട് എല്ലാവരും ഉണ്ട്. ഇപ്പൊ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് കളിക്കുകയാണ്. ഇത് ഹാളാണ്, നമ്മുടെ വില്ലയുടെ ഹാളിൽ ഇരിക്കുകയാണ് എല്ലാവരും കൂടി. അപ്പൊ ഇന്ന് ഞാനൊരു ചെറിയൊരു സീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് ഹൽവ. അപ്പൊ അതെല്ലാവർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. 100ാമത്തെ റെസിപ്പിയാണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മക്കൾക്ക് എല്ലാവർക്കും കൂടി ഒരു സീറ്റ്സ് കൊടുക്കാമെന്ന്. അപ്പൊ കാത്തു ഉണ്ടാക്കാന്ന് പറഞ്ഞു ക്യാരറ്റ് ഹൽവ. അപ്പൊ 2 ദിവസം കൊണ്ട് വിചാരിക്കുന്ന അങ്ങനെ ഒരു ക്യാരറ്റ് റെസിപ്പി ചെയ്യണം, ക്യാരറ്റ് ഹൽവ റെഡിയാക്കണമെന്ന്. അപ്പൊ അത് റെഡിയാക്കിയിട്ട് മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ച്. കുട്ടികൾ ഇനിയുണ്ട്, ഇവിടുന്ന് പോയവരൊക്കെ ഉണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ ഇതില് കുട്ടിപ്പട്ടാളങ്ങളിൽ ഒരാള് കുറവുണ്ട്, ഒരാളവിടെ പിണങ്ങിയിരിക്കുന്ന, കൂടെ ഇരിക്കാനായിട്ടൊരു മടി. അപ്പോൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ ഒരാൾ ഉറങ്ങുന്നു, അതൊരു കുഞ്ഞു 1 വയസ്സായേ ഉള്ളൂ. അപ്പൊ അവര് ഉറങ്ങുന്നു, അതുകൊണ്ട് അവര് രണ്ടുപേരും ഇല്ല. പിന്നീട് വീഡിയോയിൽ കാണിച്ചു തരാം ലാസ്റ്റ് രണ്ടുപേരെ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മക്കള്, ഇവിടുത്തെ കുട്ടികള്. എല്ലാവരും കളിയും കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ നമുക്ക് കിച്ചണിലോട്ട് പോയിട്ട് നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാമായിരുന്നു. ഓക്കെ. അപ്പോൾ അതേ നമ്മൾ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഹൽവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികളായിട്ട് കുറച്ചുകൂടി നല്ല മധുരത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈസ നോക്കി, ഹൈസ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ചേച്ചി ഉണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹായ് പറഞ്ഞു എല്ലാവരുടെ അടുത്ത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏലക്ക ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ നന്നായിട്ട് ഒന്ന് വരട്ടി എടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല. അത്യാവശ്യം നല്ല കളറുണ്ട്, കുറച്ചുകൂടി ഉണ്ട് പറ്റാനായിട്ട്, എന്നാലും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് റെഡിയായാ കത്തു? റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലേ കാത്തു?
ഓഫ് ചെയ്തോ. ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം നന്നായിട്ടൊന്ന് ചൂട് മാറിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്യണം. പുറത്ത് കുറച്ച് പേര് ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇവരിതാ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് കഴിക്കാം കേട്ടോ, ചൂട് മാറട്ടെ. അപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ക്യാരറ്റ് ഹൽവ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ പിന്നെ ഇത് തയ്യാറാക്കുന്നതിന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സമൃകുട്ടി നേരത്തെ വീഡിയോയിൽ ഇല്ലാതിരുന്ന ആൾ. നേരത്തെ പിണക്കുമായിരുന്നു, ഇപ്പം നേരെ ആയിട്ട് ഇവിടെ നിന്ന് കളിക്കുകയാണ്. ഇത് ഫാദു ഇങ്ങോട്ട് നോക്കിയേ. പുറത്ത് ഇവരൊക്കെ ഇരുന്ന് കളിക്കുമായിരുന്നു ഹാളില്. ഐസൽ ഹായ് പറഞ്ഞേ. ഐസൽ ഹായ് പറഞ്ഞേ. നമ്മുടെ വില്ലയുടെ ഹാളാണ്. എല്ലാവരും ഇവിടെ ഇരുന്നാണ് കളിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും ഇവിടെ ഇരിക്കും, എല്ലാവരും കളിക്കും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ മാറി കുട്ടികൾ കഴിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാളിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അവിടെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും സെർവ് ചെയ്യാം. കഴിക്കാം, കഴിച്ചോ, ടേസ്റ്റ് ചെയ്തോ. നോക്ക് കേട്ടോ, കത്തടേ. ഐസ ടേസ്റ്റ് ചെയ്യ്. എങ്ങനെയുണ്ട്? രസമുണ്ടാ? മധുരമുണ്ടാ? സൂപ്പർ തന്നെ. എങ്ങനെയുണ്ട് ഐസ? അയ്യോ, എന്റെ മോന് തരാട്ടാ. കഴിച്ചോ? ടേസ്റ്റ് ഉണ്ടാ? ഇതിന്റെ മോന് കൊടുത്താ? പാതു ടേസ്റ്റ് ഉണ്ടാ? പാതു ഇങ്ങനെയുണ്ട്? മധുരം ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? കഴിക്കട്ടാ. അത് അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ പ്ലേറ്റ് ഇതാ ഇങ്ങനെയായി. ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്നും കുട്ടികളുടെ അമ്മമാരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികളും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മളെല്ലാവരും ഹൽവയൊക്കെ കഴിച്ച് എല്ലാവരും അങ്ങോട്ട് നോക്കിയേ. എല്ലാവരും ഹായ് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നോക്കി ഹായ്. ഹൽവ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പറഞ്ഞേ. അപ്പൊ എല്ലാരും ഹാപ്പി ആയി കൊണ്ടിരിക്കണേ. ഇത് അഫാമിന്റെ മടിയിരിക്കുന്ന അഫാമിന്റെ അനിയൻ ഐസൽ. ഇത് അഫാമിന്റെ അനിയൻ റസാൻ. ഒരു 3 പേരാണ്. പിന്നെ ഇത് ഫാദു, ഇത് ഹൈസയും ഹാസിമും 2 പേര്. പിന്നെ കണ്ണനെ കത്തനെ അറിയാലോ എല്ലാവർക്കും. പിന്നെ ഒരാളുണ്ട്, ഒരാൾക്ക് ഭയങ്കര പിണക്കം, സംബ്രി. അവള് ഭയങ്കര കരച്ചില്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിണങ്ങിയിരിക്കുന്ന ആള്. അപ്പൊ അവൾക്ക് ഇപ്പോഴും കരച്ചില് വിടല്. അപ്പൊ പറഞ്ഞേ ആന്റിയുടെ ചാനൽ എല്ലാരും കാണണമെന്നൊക്കെ പറഞ്ഞേ. ചേച്ചിന്നാണ് കേട്ടോ എന്നെ വിളിക്കുന്നത്. ആന്റിന്നും മാമിന്നൊന്നും ആരും എന്നെ വിളിക്കാറില്ല. എല്ലാരും ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. എല്ലാരും എന്നെ ചേച്ചിന്നാ വിളിക്കുന്നത്. പറഞ്ഞേ ചാനൽ കാണണമെന്നൊക്കെ പറഞ്ഞേ. ആന്റി ചേച്ചി പാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പറയും എല്ലാവരും അടുത്തും. ഈ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞേ. ഷെയർ ചെയ്യണം,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മക്കളെ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ പറഞ്ഞേ. ഹൈസ വന്നില്ല, എനിക്ക് ആരും വന്നില്ല. ഹൈസ കൊടുക്കും. ഹൈസ വന്നില്ല. അലസാന ഞാൻ കേട്ടാ ആൽബണ്ടാക്കി തന്നേനെ. ഐസലുമ്മ തന്നില്ല. ആ ഉമ്മ മുട്ട് മുട്ട്. അപ്പൊ ടാറ്റ ബൈ ബൈ പറയും.